ഹേ ഗായ്സ്, കഴിഞ്ഞ തവണ നമ്മൾ ബീച്ച് തീമിൽ ഒരു ബേബി ഹൂപ്പ് ചെയ്തത് നിങ്ങൾ കണ്ടായിരുന്നു. സോ അതേ ഹൂപ്പ് നമ്മളൊരു യെല്ലോ കളർ ബീച്ച് തീമിൽ ചെയ്തെടുക്കാൻ. യെല്ലോ കളർ വെച്ചു എന്നാരും ഡൗട്ട് അടിക്കേണ്ട, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു തീമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഹൂപ്പ് എടുത്തു, ബേസ് എടുത്തു, ടോപ്പ് കോട്ട് റിമൂവ് ചെയ്തു, ബേസ് ഹൂപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്തു. ഞാൻ 2 കളേഴ്സാണ് അതിൽ യൂസ് ചെയ്യുന്നത്, യെല്ലോ ആൻഡ് വൈറ്റ്. അങ്ങനെ 2 ഗ്ലാസ്സിലായിട്ട് നമ്മൾ റെസിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഓരോ കളേഴ്സായിട്ട് അതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. സംഭവം ഇത് മിക്സ് ചെയ്ത് ഡ്രൈ ആയി വന്നപ്പോഴേ നമ്മൾ വിചാരിക്കാത്തൊരു ഡിസൈനൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി എന്തായാലും നമ്മുടെ ബേബി പിക്കും ബേബി ഡീറ്റെയിൽസും ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബീച്ച് പെബിൾസ് ആഡ് ചെയ്യാം. ഇനി ബീച്ച് തീമിൻ്റെ ലുക്ക് വരാൻ വേണ്ടി ആകെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം ഇതാണ്. ഇങ്ങനെ വെറൈറ്റി ആൻഡ് ഡിഫറെൻറ്റ് കളർ തീമൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു തീം. അതിനുശേഷം നമ്മൾ 2 ബീച്ച് ഷെല്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഷെല്ലല്ല, ആക്ച്വലി ഇതിൻ്റെ നെയിം എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഈ ശംഖൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഒരു സംഭവം. ഐ തിങ്ക് ശംഖ് തന്നെയാണെന്ന് തോന്നണം. സോ അത് പോട്ടെ, നമുക്ക് നമ്മുടെ ഐറ്റം അടിപൊളിയായാൽ മതി അല്ലേ. കുറച്ചുകൂടെ മിനുക്കുപണിയൊക്കെ ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ഫൈനൽ കോട്ട് ക്ലിയറൻസിന് ഒഴിച്ചു കൊടുക്കുകയാണ്. സോ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആഫ്റ്റർ 24 hours ഇതാ നമ്മുടെ ഹൂപ്പ് അടിപൊളിയായി സെറ്റായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലുണ്ടായിരുന്ന അക്രിലിക്കിൻ്റെ കോട്ടിങ്ങിലെ പേപ്പറില്ലേ അതൊന്ന് റിമൂവ് ചെയ്യാം. അത് 2 സൈഡിലുണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഒരു സൈഡിൽ റിമൂവ് ചെയ്തായിരുന്നു, ഇനി ബാക്ക് സൈഡിലെ കൂടെ റിമൂവ് ചെയ്യാം. പിന്നെ റെസിൻ ഡ്രിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് കൂടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. സോ ഗായ്സ്, നമ്മുടെ ഫൈനൽ ലുക്കാണിത്. ബീച്ച് തീമാണെന്ന് പറയില്ലെങ്കിലും കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആൻഡ് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.